ഒരെണ്ണം മുകളിൽ കയറി പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ നിന്നൊന്നുമില്ല. മണി ഇങ്ങനെ നോക്കാൻ പോയില്ല, അങ്ങോട്ട് വിട്ടു. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് നോർമലായി വന്നുള്ളൂ. ഞാൻ മേഖലയിൽ പണിയില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വേലായുധൻ ചേട്ടൻ ഇപ്പം ഇവിടെയുണ്ട്. ചേട്ടൻ ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ തന്നെയാണ്. വേലായുധേട്ടൻ അന്നും രാവിലെയും കൂടെ അവിടെ ജോലി ചെയ്തിരുന്നു. ഉച്ചവരെ ജോലി ചെയ്തിട്ട് പോരാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ 4-5 സ്ഥലത്തേക്ക് പിള്ളേർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മുങ്ങണം, അവിടുന്ന് പോരണം, എന്നിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പണിയെടുത്ത പണിയോട് അവസാനിപ്പിക്കാൻ നിന്നു. ആ നേരത്തിന് ഇപ്പോൾ ഇത് ഉണ്ടായി. എന്താ ഉണ്ടായി വെച്ചാൽ ഗുണ്ടും ഡൈനൊക്കെ നിറച്ചായിരുന്നു. 3-4 വിഭാഗമായിട്ട് ഇരുന്നേന്ന്. അവിടുന്ന് ഒരു 2 മണി 2:30 ആയിട്ടുകൊണ്ട് ഇത് മണ വ്യത്യാസം ഇതൊക്കെ തോന്നി. പിന്നെ ഒരു ഡൈന വന്ന് പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ മേപ്പിട്ടും കീപ്പിട്ടും നോക്കിയില്ല, ഞാൻ നേരെ വിട്ടു അങ്ങോട്ട് ഓടി. പിന്നെ ഉള്ള കാര്യക്ക് കുറച്ചധികമുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ. ചേട്ടൻ നേരെ ഓടി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ 4 മണി കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഓടി അവിടെ ചെന്നിരുന്നു, വെള്ളം കുടിച്ചു, കുറേ നേരം ഇരുന്ന് ആശ്വസിച്ചിട്ട് എനിക്ക് ഒരു മനസ്സിനൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകാനും സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല മോളെ. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് നോർമലായി വന്നുള്ളൂ.